നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് മുഖത്ത് മുറിവേറ്റ് നിരവധി പാടുകളുമായുള്ള പിഞ്ചു കുഞ്ഞിന്റെ കരളലിയിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തന്റെ കുഞ്ഞിനോട് ക്രൂരത കാട്ടിയയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞിന്റെ പിതാവ് തന്നെയാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. പ്ലേ സ്കൂളിൽ വെച്ച് കുഞ്ഞിന് പീഡനമേറ്റ സംഭവത്തിൽ സൗദി വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യയിലെ തെക്കൻ പ്രവിശ്യയായ ജിസാനിലെ അൽ ഐദബി പട്ടണത്തിലുണ്ടായ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സാബിയ അൽ ഐദബി മേഖല ശാഖാ കാര്യാലയമാണ് നടപടി സ്വീകരിച്ചത്. ഏതാനും ദിവസം മുൻപാണ് ക്രൂരമായ ആക്രമണമേറ്റ ഒരു കൊച്ചുകുഞ്ഞിന്റെ ചിത്രമടക്കം വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. മുഖത്ത് മുറിവേറ്റ നിരവധി പാടുകളുമായാണ് പിഞ്ചുകുഞ്ഞിന്റെ കരളലിയിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത്. തന്റെ കുഞ്ഞിനോട് ക്രൂരത കാട്ടിയയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് കുഞ്ഞിന്റെ പിതാവ് ചിത്രം പങ്കുവച്ചത്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുകയും ഉത്തരവാദിയായവരെ എത്രയും വേഗം കണ്ടെത്തി അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്ന് വ്യാപകമായി ആവശ്യമുയരുകയും ചെയ്തതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച അന്വേഷണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണം പൂർത്തിയായാൽ കേസ് ഫയൽ ശരിയ കോടതിക്ക് കൈമാറുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. അൽ ഐദബിയിലെ സ്വകാര്യ പ്ലേ സ്കൂളിലായിരുന്നു കുട്ടി പഠിച്ചിരുന്നത്. എന്നാൽ കുട്ടിയെ ഉപദ്രവിച്ച പ്രതി ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. നേരത്തെ വിമാനത്തിൽ യാത്ര ചെയ്യവേ 4 മാസം പ്രായമായ കുഞ്ഞിന് ദാരുണാന്ത്യം വന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാർത്തയും പുറത്തുവരുന്നത്. കുഞ്ഞിന്റെ മരണത്തിൽ സഹയാത്രികർ എല്ലാവരും തന്നെ തീർത്താൽ തീരാത്ത ദുഃഖത്തിലായിരുന്നു. സൂററ്റിൽ നിന്നും മുംബൈയിലേക്ക് യാത്ര ചെയ്യവെയായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ മുംബൈയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് കുഞ്ഞിന് അനക്കമില്ലാതായത് അമ്മയറിഞ്ഞത്. തുടർന്ന് വിമാനത്താവള അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു. സൂററ്റിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന സ്പേസ് ജെറ്റിലാണ് സംഭവം ഉണ്ടായത്. വിമാനം മുംബൈയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് കുഞ്ഞിന് അനക്കമില്ലാതായത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത് വിദേശ രാജ്യങ്ങളിൽ ഏറി വരികയാണ്. ഇതിന് പിന്നാലെയാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.